ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും തുമ്പി മോളും നമ്മുടെ സുക്രുവും കൂടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ് കേട്ടോ. പാറുവിൻ്റെ അടുത്ത് പോവാണ്. അപ്പം അവളുടെ വീട് പറൂര് ഏഴിക്കരയിലാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു വണ്ടിയുടെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്, അതായത് നമ്മുടെ ഷോറൂമിൽ നിന്ന് ടൂ വീലർ എടുക്കാനായിട്ട് എന്തൊക്കെ വേണം കാര്യങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ തയ്ക്കാൻ പോണ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കാശിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കോട്ടപ്പുറം പാലെത്തി. നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ. ഏതാണ് സ്ഥലം എന്താണ് സ്ഥലം എന്നൊന്നും ഇപ്പം തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം റോഡൊക്കെ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളും എല്ലാനും വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് വരാത്ത ആൾക്കാർക്ക് സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ മാറിപ്പോയി നമ്മുടെ സ്ഥലങ്ങളൊക്കെ. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ, ചെറുതെന്നല്ല, ഒരു 10-18 വയസ്സ് വരെ ഇങ്ങനെ ഒന്നല്ലായിരുന്നു. മൂത്തകുന്നം ഭാഗമൊക്കെ നല്ലോണം തണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ തണൽ പോയിട്ട് ഒരു സംഭവങ്ങൾ പോലുമില്ല. ഭയങ്കര വെയിലായിരിക്കും എപ്പോഴും. ടോട്ടലി നമ്മുടെ എല്ലാ സ്ഥലങ്ങളും മാറി. പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഉണക്കച്ചെമ്മീൻ, പൊട്ടുവെള്ളരി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ചു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പറൂരെത്തി. അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ വീട്ടിലെത്തി കേട്ടോ. എന്നിട്ട് സുചേട്ടൻ നമ്മളാക്കിയിട്ട് തിരിച്ചു പോയി. അതെ, ഇതാണ് നമ്മുടെ പാറുവിൻ്റെ പിള്ളേര്. അപ്പം എൻ്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ പാറു. സ്മൃതി എന്നാണ് ശരിക്കും പേര്. ഞങ്ങളൊരു 4 പേര് ഗ്യാങ് ആണ് കേട്ടോ. അപ്പം ഞാനുണ്ട്, പാറുണ്ട്, ആര്യയുണ്ട്, ചിന്നുണ്ട്. അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് കേട്ടോ നമ്മൾ. അങ്ങനെ ദേ ഒരു 12:30 1 മണിയായി നമ്മളവിടെ എത്തിയപ്പോഴും. ഇന്ന് സുചേട്ടൻ കടയിൽ പോകാനായിട്ട് കുറച്ച് വൈകി പോയിട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, പാറു നമുക്ക് ബിരിയാണി മേടിക്കാനായിട്ട് പോയി. നമ്മുടെ ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി തിന്നാനൊരു ആഗ്രഹം തോന്നുന്നു. പാറു പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് ബിരിയാണി വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, നീ പിള്ളേരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും ഒരു അംഗനവാടി തുടങ്ങുന്ന ഒരു പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ വലിയ കുറുമ്പൊന്നും ഇല്ലാത്ത പിള്ളേരായതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്ത് നിന്നു. അങ്ങനെ ദേ ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് ക്യാമറക്കൊക്കെ പോസ് ചെയ്യാണ് കേട്ടോ. അപ്പം മൂത്ത മോളുടെ പേര് ആരാധ്യ എന്നാണ്. രണ്ടാമത്തെ മോളുടെ പേര് ദിയ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡുണ്ട്രു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സുക്കുറുവിനും തുമ്പിക്കും പിന്നെ ഇവരെ കണ്ടോടുകൂടി വളരെ ഹാപ്പി ആയിട്ടോ. അവരിങ്ങനെ ചേട്ടനനിയത്തി ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ നിൽക്കാറ്. അപ്പം ഇങ്ങനെ പിള്ളേരൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മോളിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. മോളിൽ അവർ നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ പണിതിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ അതെ, പാറുദേ ബിരിയാണിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ 3 ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത്രയും തന്നെ മതി, എന്നാലും കുറച്ച് ബാക്കി വന്നിട്ടോ. അങ്ങനെ ദേ തുമ്പിമോളെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ തിന്നാൻ പോവാണ്. അപ്പോൾ പാറും ഒക്കെ ഒരു വ്ളോഗറാണ് കേട്ടോ. ഷൈജു റോക്സ് എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. അപ്പം എല്ലാവരും, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കട്ടോ. അങ്ങനെ ദേ ബിരിയാണിയൊക്കെ തുറന്ന് ഫുള്ളായിട്ട് കഴിച്ചതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നല്ല ആർത്തിയിൽ കഴിച്ചിട്ടാ. അങ്ങനെ ദേ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ വളരെ അവശതയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. പാറുവിൻ്റെ വീടിൻ്റെ ബാക്കിൽ വളരെ മനോഹരമായ പുഴകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ദേ പാറു വരച്ചൊരു കണ്ണൻ്റെ ചിത്രമാണ് കേട്ടോ ഇത്. അവൾ അത്യാവശ്യം ഇങ്ങനെ പടം വരക്കുമെന്ന് എനിക്ക് ഇപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. അത് അവളുടെ കെട്ടിയവനും അവളെ തന്നെ വരച്ചതാണ്. എവിടെയൊക്കെയോ ഒരു ചായയുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് പാറു വരച്ചത്. ഇങ്ങനെ ആളുകളെ വരയ്ക്കുമ്പോൾ നമ്മുടെ ചുണ്ടും മൂക്കും വരുമ്പോൾ എന്തോ ഒരു പെശക് പറ്റുന്നുണ്ട് കേട്ടോ. അല്ലാത്ത പക്ഷെ അടിപൊളിയാണ്. ഇത് അവളുടെ അച്ഛനും അമ്മനെയും വരച്ചെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ അത് ഏതോ ഒരു അച്ഛനും അമ്മയായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല ചിത്രങ്ങളാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പാറുവിനോട് പറയണം, അവളുടെ കൂട്ടുകാരൊക്കെ അവൾ വരച്ചു, പക്ഷെ എന്നെ മാത്രം വരച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരാതിപ്പെടേണ്ട. അപ്പോൾ അവൾ എൻ്റെ വരക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറുവിന് കുറേ മുടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ എന്തോ നേർച്ച പ്രകാരം തിരുപ്പതി പോയിട്ട് മുട്ടയൊക്കെ അടിച്ച ആളിപ്പോൾ നല്ല ഫ്രീക്കത്തി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേ ഹൃദയത്തുടിപ്പൊക്കെ കാണിച്ച് നമ്മൾ ഇങ്ങനെ
നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പടം കൊടുത്തിട്ട് അവളോട് വരക്കാൻ പറഞ്ഞപ്പോൾ അത് ഈ ഒരു കോലത്തിലാക്കി തന്നിട്ടുണ്ട്. ആരുടെയോ ഒരു മൂക്കും ആരുടെയോ ഒരു പല്ലും ഒക്കെ ആയിട്ട്, എന്നാലും അത്രയെങ്കിലൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് മിഠായൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ പിള്ളേരൊക്കെ ആയിട്ട് പാറു നല്ല കളിയിലാണ്. പിന്നെ തുമ്പിമോളെ കിട്ടിയോടുകൂടി പിന്നെ ആരാധ്യ ആയാലും ഡുണ്ട്രു ആയാലും നല്ല കളിയാണ് ട്ടോ. സുക്രുവിന് പിന്നെ എന്താണ് പാന കരിമ്പും തോട്ടത്തിൽ കയറിയ പോലെയാണ്. അവരുടെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവന് കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ കളിപ്പാട്ടം കാണുമ്പോൾ സുക്രുവിന് ഒരു ആക്രാന്തമല്ലേ, അതേപോലെ അവൻ അതൊക്കെ ഇതാക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും വൈകുന്നേരം കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയി. അപ്പൊ അതേ ഞങ്ങൾ കടിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കടികളായിരുന്നു കേട്ടോ. ചമ്മന്തി എക്സ്പെഷ്യലി നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു. ഞങ്ങൾ പഴംപൊരി വരെ ചമ്മന്തി കൂട്ടി കഴിച്ചിട്ട് അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പഴംപൊരിയിൽ പഴം ഇത്തിരി പഴുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ തുമ്പിമോൾ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ തുമ്പിമോക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സുക്രുവിന് വന്ന പാടെ തന്നെ സുക്രുവിന് കഞ്ഞിയും തുമ്പിമോക്കും കഞ്ഞിയും കൊടുത്തു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത് മാറിയിട്ടുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ദേ പാറു വൈകുന്നേരത്തേക്കുള്ള ചെമ്മീൻ റോസ്റ്റൊക്കെ തയ്യാറാക്കി. ജസ്റ്റ് ഒരു നമ്മുടെ വറുക്കുന്ന ഒരു മസാലയിൽ ഇട്ടിട്ട് ചെമ്മീൻ പൊരിച്ചിട്ട് ജസ്റ്റ് ഒരു സവാള മാത്രം അവൾ അതിലിട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരു പൊടി അവൾ ചേർത്തിട്ടില്ല. പക്ഷെ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആരെങ്കിലും എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ലോണം വാട്ടണം കേട്ടോ. അപ്പൊ അതേ സുക്രുതേ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവര് ടെറസിന്റെ മോളാണിത്, നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഏകദേശം രാത്രിയായി, ഇരുട്ടി തുടങ്ങിയിട്ടാ. ഇരുട്ടാവുമ്പോൾ ആ പുറത്തുനിന്നുള്ള കാറ്റ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ കറണ്ട് നമ്മൾ ഇടക്കിടക്ക് ചതിക്കുന്നുണ്ടായിരുന്നു. കറണ്ട് വരുക പോവുക അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ രാത്രി നമ്മൾ ഉച്ചക്ക് മേടിച്ച 3 ബിരിയാണിയിൽ കുറച്ച് റൈസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് പിള്ളേർക്കൊക്കെ കൊടുത്തു. ഞങ്ങൾ പിള്ളേരെയൊക്കെ ഉറക്കി നമ്മൾ ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ദേ ഒരുവിധം എല്ലാവരും ഉറക്കി. ആരാധ്യ സോഫമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോണ കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.